ഞാനിന്നേ എൻ്റെ ഒരു പ്രണയത്തെക്കുറിച്ച് പറയട്ടെ. ആള് കണ്ണൂരുകാരനാണ്. കുറേ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ എന്തിനാണ് ഈ കൂടെ കൂടെ കണ്ണൂര് പോകുന്നതെന്നൊക്കെ. ആളാരാന്ന് പറയട്ടെ? മന്നപ്പൻ. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിന്ന് വരില്ല കേട്ടോ. കതിവന്നൂർ വീരൻ. ഇപ്പൊ മനസ്സിലായില്ലേ എൻ്റെ പേരെവിടുന്നാ വന്നേന്ന്? കതിവന്നൂർ വീരന്റെ ഭാര്യയാണ് ഈ ചെമ്മരത്തി. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. തെയ്യത്തിലെ ഒരു കഥാപാത്രമാണ് കതിവന്നൂർ വീരൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ചെമ്മരത്തി. ഇവർ രണ്ടുപേരും കുടകിലാണ് ഒന്നിച്ച് ജീവിച്ചിരുന്നത്. കതിവന്നൂർ വീരനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ജയരാജന്റെ കളിയാട്ട സിനിമ ഇറങ്ങിയ കാലത്താണ് ഞാൻ ആദ്യമായിട്ട് കൈതപ്രം എഴുതിയ പാട്ടില്ലേ, കതിവന്നൂർ വീരനെ നോമ്പ് നോറ്റിരുന്നു മാമയിൽ പീലി പോൽ അഴകോലും ചെമ്മരത്തി എന്നുള്ള പാട്ട്, ആ പാട്ട് കേൾക്കുന്നത് എനിക്കൊരു 18-19 വയസ്സൊക്കെ ഉള്ള കാലമാ. അന്ന് തൊട്ട് എന്താണെന്നറിയില്ല, എനിക്ക് ഈ വീരൻ ആരാണെന്ന് അറിയണ ഒരു വിചിത്രമായ, നമ്മൾ അതുവരെ കേൾക്കാത്തൊരു പേരാണല്ലോ. എനിക്ക് വീരൻ ആരാന്നറിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ ഞാൻ തേടിയിരിക്കുന്ന കാലത്ത് ഏതാണ്ട് ഒരു 10-12 വർഷം മുമ്പ് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ ടൈറ്റിൽ, തെയ്യത്തിന് പൊള്ളുന്നു. VK അനിൽകുമാർ എന്ന ആളാണ് അത് എഴുതിയിരുന്നത്. അപ്പൊ ഇതും കൂടെ വായിച്ചു കഴിഞ്ഞ് എനിക്ക് എന്തുകൊണ്ട് അതിൽ കതിവന്നൂർ വീരനെ കുറിച്ച് പറയുന്നുണ്ട്, എനിക്കെന്തോ വല്ലാത്തൊരു ഭ്രമമാണ്. ഭക്തിയാണോ എന്താ എനിക്കറിയില്ല, പ്രണയമാണോ ഭക്തിയാണോ എനിക്കറിയില്ല എന്താ അതെന്ന്. അങ്ങനെ ഞാൻ കാത്തിരുന്നപ്പോൾ തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന്റെ അടുത്ത ലേഖനവും വരുന്നു. അത് പൂർണ്ണമായിട്ടും കതിവന്നൂർ വീരനെ കുറിച്ചായിരുന്നു. അതോടെ പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കപ്പൊറുതി ഇല്ലെന്നായി. എന്തുകൊണ്ടോ അതേ സമയത്ത് തന്നെ എൻ്റെ ഭർത്താവ് വന്ന് ട്രാവലർ മാഗസിൻ്റെ ഹെഡാണ്. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തൊരു പയ്യൻ വന്നു, ശ്രീജിത്ത് എന്നായിരുന്നു പേര്. ശ്രീജിത്ത് പറഞ്ഞു, ഇവിടെ കതിവന്നൂർ വീരൻ തെയ്യം ഒരു തറവാട്ടിൽ നടക്കുന്നുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തൊന്നാ കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് കണ്ടിട്ട് നീ എഴുതി തരാമെങ്കിൽ നമുക്ക് ട്രാവലറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് ഞാൻ 9 വർഷം മുമ്പാണ് ആദ്യമായിട്ട് പയ്യന്നൂരേക്ക് പുറപ്പെടുന്നത്. അവിടെ ചെന്ന് എരിപുരത്തെ കാവിൻ്റെ അരികത്ത് എന്ന് പറയുന്ന ഒരു തറവാടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് നങ്കിൻ്റെയും നിതിൻ്റെയൊക്കെ തറവാടാണത്. അവിടെ ചെന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ തെയ്യം കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ എനിക്കെന്തോ വലിയൊരു ആകർഷണം തോന്നില്ല. ഇത് തേടിയിട്ടാണോ ഞാൻ ഈ കോട്ടയത്ത് നിന്ന് ഇത്ര ദൂരം വന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചേ. എന്നാന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതിൻ്റെ തോറ്റം നടക്കുന്ന സമയമാണ്. വലിയ ഉടുത്തുകെട്ടുകളൊന്നും ഇല്ലാതെ ഒരു അരയിലൊരു മദ്ദളമൊക്കെ ആയിട്ട് തേക്കാർ നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ ഇത് ഞാൻ പ്രതീക്ഷിച്ച ആളൊന്നും അല്ലല്ലോ. എന്തായാലും കാണാൻ അവിടെ തന്നെ ഇരുന്നു. പയറ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീരൻ തെളിഞ്ഞു വരികയാണ്. ഇരട്ട ചുരികയൊക്കെ പിടിച്ചിട്ട് ശരിക്കും ഒരു വീരൻ. അതുവരെ നമ്മൾ സിനിമയിലൊക്കെയല്ലേ അത് കണ്ടിട്ടുള്ളൂ. ഇത് അങ്ങനൊന്നും അല്ല കേട്ടോ. അതിലുമൊക്കെ ഇങ്ങനെ കോൾമയർ എന്നൊക്കെ പറയുന്ന ഗൂസ് ബംസ് ശരിക്കും ഞാൻ അനുഭവിച്ചു. എന്തായാലും പിന്നീട് അത് ഒരു 12:30 വരെ അവിടെ ഇരുന്ന് കണ്ടു. പുലർച്ചെയാണ് കതിവന്നൂർ വീരൻ തെയ്യത്തിന്റെ പുറപ്പാട് വരുന്നത്. ഹോട്ടലിൽ പോയി കടന്നിട്ട് എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോകുമോ എന്നുള്ള പേടി കാരണം. എന്തായാലും രാവിലെ ശ്രീജിത്ത് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് നേരെ തറവാട്ടിലെത്തി. നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെ കാത്തിരിക്കില്ലേ. ഇപ്പൊ എൻ്റെ ഭർത്താവിനെ ഞാൻ പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ചതാട്ടോ, പക്ഷെ ഞാൻ അദ്ദേഹത്തെ പോലും ഇങ്ങനെ കാത്തിരുന്നിട്ടില്ല. ആരെയാണോ തേടി നടന്നേ ആ മനുഷ്യൻ വരുന്നു. എന്താ ഒരു പൗരുഷം എന്നറിയോ. ആ പൗരുഷത്തിലുള്ള ആ മനുഷ്യൻ അവിടെ ഒരു ചെമ്മരത്തി തറ കെട്ടിയിട്ടുണ്ടായിരുന്നു. തലേന്ന് അത് ചങ്ങാതിത്തറയായിരുന്നേ. കുറെ പന്തങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തറ, അവിടെ ദീപങ്ങളാണ് വെച്ചിരിക്കുന്നത്, നടുവിലൊരു വിളക്കുണ്ട്. ഈ തറയുടെ മുന്നിൽ വന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ, ഈ കതിവന്നൂർ വീരൻ, ഇദ്ദേഹം ഒരു വിളിക്കുന്ന വിളിയുണ്ട്, ചെമ്മരത്തിന്ന്. എൻ്റെ ഹൃദയത്തിലേക്കാണ് കയറി വന്നത്. പിന്നീട് ഒരു യാത്രയായിരുന്നു ഞാൻ ചെമ്മരത്തിയാകുന്നതിലേക്കുള്ള ഒരു യാത്ര. അതിൽ എന്നെ സഹായിച്ച ആദ്യത്തെ ആൾ ഈ VK അനിൽകുമാറാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ നിന്ന് തേടി പിടിച്ച് ഇതേക്കുറിച്ച് കുറേ വിവരങ്ങളൊക്കെ എടുത്തു. ഞാൻ ആ ലേഖനം എഴുതി. ആ ലേഖനം വന്നപ്പോൾ തന്നെ ഈ തറവാട്ടിലുള്ള ആൾക്കാർ, അതായത് സുരേഷൻ അങ്കിളും മകനും കുടുംബമൊക്കെ എല്ലാവരും അവരെന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ശരിക്കും അവരുടെ തറവാടിൻ്റെ ഒരു ഭാഗമാകുമായിരുന്നു. അവരുടെ അറയിൽ കയറിയിട്ട് തൊഴാൻ വരെ ആ ഒരുപാട് എനിക്ക് 150 വർഷം അങ്ങനെ എന്തോ പഴക്കമുള്ളൊരു തറവാടാണതെ. അവിടെ ഒരു ഭൂഗർഭത്തിൽ ഒരു അറയിൽ കയറി തൊഴാൻ വരെ അവരുടെ കുടുംബാംഗത്തെ പോലെ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ
ചെമ്മരത്തി, എല്ലാവരും എന്നോട് കതിനൂർ വീരന്റെ കഥയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കേട്ടത് ശരിക്കും ചെമ്മരത്തിയുടെ കഥയാണ്. അതുവരെ ആരും ചെമ്മരത്തിക്ക് വേണ്ടി സംസാരിച്ചില്ല. എല്ലാവരും ഭയങ്കര നാക്കുള്ള, ഭർത്താവിനോട് തർക്കുത്തരൊക്കെ പറയുന്ന ഒരു സ്ത്രീ. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തൊരു സ്ത്രീ. നല്ല തൻ്റെടക്കാരിയാണേ. സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന. ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ചെടികളും ഒക്കെ. എൻ്റെ ആകെ ഇട്ടാവട്ട സ്ഥലത്താണ് ഞാൻ ഇതൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്നത്. അപ്പം ചെമ്പരത്തി ഇങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം പോലും ഭയങ്കര രസം കേട്ടോ. കദളി വാഴയ്ക്ക് നനച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മരത്തിയാണ് കതിവനൂർ വീരൻ ഒരു സന്ധ്യയ്ക്ക് ആദ്യമായി കാണുകയാണ്. എന്തൊരു രസമായിരിക്കും എല്ലാ ടോയ്ലറ്റിലൊക്കെ അവർ തമ്മിലുള്ള ആ കാഴ്ച. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണ്, നല്ല തൻ്റെടക്കാരി. എൻ്റെ കണ്ണൂരെ ചില സുഹൃത്തുക്കൾ പറയേ, ചെമ്പരത്തിക്ക് ഒരു രൂപമൊന്നുമില്ല. ചെമ്പരത്തി ശരിക്കും തെയ്യത്തിലെ കഥാപാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചെമ്പരത്തിക്ക് അങ്ങനെ തെയ്യക്കോലം ഇല്ല. പക്ഷെ ഈ തെയ്യം കെട്ടുന്ന ആളുടെ മനസ്സിലൊരു രൂപം ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നീട് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, ഞങ്ങളുടെ മനസ്സിലെ ചെമ്പരത്തിയുടെ രൂപമായിട്ട് ചേച്ചിക്ക് ഭയങ്കര സാദൃശ്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ നിറമൊക്കെ ആയിരിക്കുമേ, വെയിലൊക്കെ കൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് കുറച്ച് ഇരുണ്ട നിറമൊക്കെ അല്ലേ ഉണ്ടാവുന്നത്. പിന്നെ ഒരു തനി ദ്രവീഡിയൻ സ്ത്രീക്ക് ഉണ്ടാവുന്ന ചുരുണ്ട തലമുടി ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. എന്തായാലും ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടന്നു. ഒടുവിൽ ഞാൻ ചെമ്മരത്തിയെയും കതിവനൂർ വീരനെയൊക്കെ തേടി ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്തു. അങ്ങനെ കൂർഗിലെത്തി. അവർ ജീവിച്ചിരുന്ന വിരാജ്പേട്ടയിലെത്തി. കതിവനൂർ വീരൻ്റെയും ചെമ്മരത്തിയുടെയും കഥകളൊക്കെ അറിഞ്ഞു. പിന്നീട് 2017 തൊട്ട് ഇങ്ങോട്ട്, കോവിഡ് കാലത്ത് 1-2 വർഷം ഒഴിച്ചു നിർത്തിയാൽ എല്ലാ വർഷവും ഞാൻ പയ്യന്നൂർ പോവാറുണ്ട്. ഈ സുരേഷ് അങ്കിളുടെ തറവാട്ടിലും പിന്നെ പലയിടങ്ങളിലും ഞാൻ പോയിട്ട് ഈ തെയ്യം കണ്ടു. പിന്നെ ഈ കതിവനൂർ വീരൻ തളിയിൽ നിന്ന് പോയ ഒരു കൗമാരത്തിൽ തളിയിൽ നിന്ന് പോയൊരു ആളാണ്. അപ്പോൾ ആ തളിയിൽ ഞാൻ പോയി. അവിടുത്തെ കതിവനൂർ വീരൻ പള്ളിയറയിലൊക്കെ പോയി. തീയ സമുദായക്കാരുടെ കുലദൈവമാണ് കേട്ടോ കതിവനൂർ വീരന്. ശരിക്കും ദൈവമാണ്. നമുക്ക് ഞാൻ അതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ഒരുപാട് ട്രോമകളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ കതിവനൂർ വീരനെ കണ്ട ശേഷം എനിക്ക് അങ്ങനെ ഒരു വലിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എൻ്റെ കതിവനൂർ വീര എന്നുള്ളൊരു വിളിയിൽ ഞാനത് എൻ്റെ ഉള്ളിലാണ് ഞാനത് വിളിക്കുക. ഞാൻ അതിനൊക്കെ മറികടന്നു പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കതിവനൂർ വീരൻ്റെ കഥകൾ. പിന്നെ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് എന്താണ് കതിവനൂർ വീരന് സംഭവിച്ചതെന്നും കൂടി ഞാൻ പറയാം കേട്ടോ.